ഇത് റിലീസ് ചെയ്യുന്ന ഡേയ്സ്, അതായത് നാളെ തന്നെ മെയ് 1 റിലീസ് ചെയ്യുന്നു. കറക്റ്റ് അത് തൊഴിലാളി ദിനം. ഇത് കറക്റ്റ് ഒരു എന്തോ എല്ലാ സ്പെസിഫൈ പോയിന്റ് ചെയ്യപ്പെടുന്ന പോലെ ഒരു തോന്നൽ. അല്ല, അതാണ് തൊഴിലാളി ദിനത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാത്ത രണ്ടുപേരുടെ കഥയാണ് അത്. കാര്യം വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സാധാരണക്കാരനെ റോ ആയിട്ടുള്ള ഒരു മലയാളി, അവനിങ്ങനെ ലുങ്കിയും മുണ്ടൊക്കെ കൊടുത്ത് സൈക്കിളിൽ നടക്കുന്ന അവൻ, പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ. അപ്പം അത് ഇപ്പം ലിസ്റ്റിനായാലും അന്ന് പറഞ്ഞു മെയ് 1 നമുക്കൊന്ന് ടാർഗറ്റ്, ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റായി. ശരി, അതായത് സിനിമയിൽ അത് തന്നെയാണല്ലോ, ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയല്ലേ. അപ്പം അത് മെയ് 1, അതാണ് ഇന്ന് പ്രസ് മീറ്റ് വെച്ചതിൻ്റെ മെയിൻ ഇതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ മൊമെൻറ്റിൽ. ഒരു കാര്യം കൂടെ, അതിൽ ഈ സിനിമ 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. 2 hours 40 minutes നമ്മളെ സംബന്ധിച്ചറിയാം, ഒരു ലെങ്തി സിനിമ തന്നെയാണ്. ഞങ്ങളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഈ സിനിമയിൽ ഞങ്ങൾ മായം കലർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിൽ മായം കലർത്തി ഇത് പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ജെനുവിൻലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലെങ്ത്തിൽ ഞങ്ങൾ ഇത് സിനിമ ഇറക്കുകയാണ്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാളി ഓഡിയൻസ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സിനിമകൾ കാണാൻ വില്ലിങ് ആണ്. അപ്പോൾ അവർ വില്ലിങ് ആയിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങളിനി സിനിമയെ മായം കലർത്തുന്നോ പൊല്യൂട്ട് ചെയ്യേണ്ടോ കാര്യമില്ല. അത് ഈ വർഷത്തെ ഈ ട്രാക്കോട് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് അത് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിട്ട് ഇതിന് പൊല്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജെനുവിനായിട്ട് തന്നെ 100% കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ ഇറക്കും. അനശ്വര, എനിക്ക് അത്രയും കോടിയൊന്നും വേണ്ട. ഇപ്പം നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മുകളിലാണ്. ഒരു 90% സിനിമകൾ അല്ലെ 95% സിനിമകൾ. മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമലു ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറക്കുമ്പം അത്രയും സ്റ്റേഷൻസാണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ളൊരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിയൻസേ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ സ്പെൻഡിങ് മൂഡിലാണ്, ചിലവഴിക്കാന്നുള്ള കാര്യം. ഇപ്പം ഇവൻ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അകത്ത് AC-ലാണെങ്കിലും വന്നിരുന്നോട്ടെന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും വിചാരിച്ച് സിനിമ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു 10 മിനിറ്റ് കൂട്ടിയതില്ല, 2:30 തീർക്കാവുന്ന പറഞ്ഞു. ഇപ്പോൾ നിതിൻ മോളി കലക്കി, നിവിൻ പോളി ഇതിൽ അടിച്ചു പൊളിക്കുമോ? ഇതിൽ ആൽപ്പറമ്പിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആണ് വിശ്വാസം. നിവിൻ പോളി ഇല്ല, ഇതിൽ ഗോപിയാണ്. ഡിജോ ചേട്ടനോടാണ്. ഡിജോ ചേട്ടൻ്റെ ഇപ്പോൾ സിനിമകളിൽ ഇവിടെ ഡിജോ ചേട്ടൻ്റെ ക്യൂനാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. ഇപ്പം നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനോ, അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അതാ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ, അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ
അയാളൊരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അതുകൂടാതെ അല്പം കാര്യമുള്ള സിനിമ. അതല്ലാതെ ഈ ടൂ മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട്, അത് ഞാൻ നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ. അനശ്വര, ഈ ചുരുങ്ങിയ കാലത്ത് അനശ്വര ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ലടാ മുതുക്ക എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിവിനായിട്ടൊരു ഇക്വേഷൻ എങ്ങനെയാണ്, നിവിനായിട്ടും ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസും കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് ലിജോ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്, നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റാവും, അല്ല അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിലല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ ഇപ്പം നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഡിജോ ബ്രോ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. രണ്ട് ചോദ്യം ചോദിക്കേ. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഇപ്പൊ ഈ 3 സിനിമകളും ഷാരിസ് ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ, അതോ ഷാരിസ് ബ്രോയോടുള്ള കോൺഫിഡൻസിന്റെ കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല നിവിൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൻ. കാര്യം ശരിയാണ്, ലിസ്റ്റിൻ പറഞ്ഞ് ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോള് നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാനത് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അല്ലാതെ സൗഹൃദമല്ല. ഈ പറഞ്ഞ പോലെ ഷാരിസുമായിട്ടുള്ള സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യേണ്ട കാര്യം. അവൻ എൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവന് തന്നെ അറിയാം ചിലത് നിനക്ക് വർക്കായില്ലല്ലേ എന്ന് അവനും എന്നോട് പറയും. കാര്യം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാ. അങ്ങനെ വർക്കാവാത്തതാണോ വേറെ രണ്ടെണ്ണം ചെയ്തത്? ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പോൾ നമ്മൾ ക്യൂഎല്ല് ഒരു പ്രൊഫസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ. നെക്സ്റ്റ് മൂവി ജനഗണമനയിലും പ്രൊഫസർ. അപ്പൊ അതിലിപ്പോ കള്ളനും കൊള്ളക്കാരനും ബോംബുരനൊക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്. അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തേൽ ഇല്ല, അതവിടെ ഒരാൾ ഇല്ല, ഒന്നുമില്ല. ശരി, ഇല്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്, വേണ്ട അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രോമോ ചെയ്തതിൽ ഞാൻ ഡയറക്ടറായിട്ടല്ല, അത് സിമ്പിൾ. വേറെ ഷാരിസ് ഇവിടെ ലെഫ്റ്റ്. ഈ ഒരു കലാകാരൻ അവൻ്റെ സൃഷ്ടിയിൽ അയാളുടെ പൊളിറ്റിക്സ് പറയാറുണ്ട്, രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇപ്പം ജനഗണമന നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷാരിസിൻ്റെ എഴുത്തുകളിൽ രാഷ്ട്രീയം വന്നിട്ടുണ്ട്. പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുകയും തിയേറ്ററിൽ കൈഡി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയുടെ ഈ ടൈറ്റിൽ ഡിസൈൻ നോക്കിയാലും അതിൻ്റെ അകത്തൊരു ഫ്ലാഗിൻ്റെ ഒരു കളർ ടോണൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഷാരിസ് ഇതിലും രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യുന്ന, നമ്മൾ പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയാകുന്ന രാഷ്ട്രീയം ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇതൊരു സാധാരണ മലയാളിയുടെ, ഡിജോ പറഞ്ഞ പോലെ തന്നെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും. അവൻ്റെ പ്രണയമുണ്ട്, അവൻ്റെ കുടുംബമുണ്ട്, അവൻ്റെ സുഹൃത്തുണ്ട്, നാടുണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവൻ്റെ പ്രതിസന്ധിയുണ്ട്, അവൻ്റെ തരണം ചെയ്യലുണ്ട്, സർവൈവലുണ്ട്. അതൊക്കെ ചേർത്താണിത്. ഈ പറയുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മലയാളി നമ്മളല്ലേ ഉള്ളൂ ഇവിടെ, നമുക്ക് പറയാമല്ലോ. നമ്മൾ മലയാളി പത്രം വായിക്കുന്നവനുമാണ്, മലയാളി വനിതയും വായിക്കുന്നവനാണ്, അവൻ കളിക്കുടുക്കയും വായിക്കുന്നവനാണ്, അവൻ മുത്തുച്ചിപ്പിയും വായിക്കുന്നവനാണ്. അപ്പം മലയാളിയെ ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കാത്തൊരുത്തനാണ് മലയാളി. അപ്പം അവൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മലയാളികളെ ഇതാണ് മലയാളി എന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ പറ്റുന്ന സിനിമയോ, മലയാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയോ,
അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ട്രൈറ്റ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയായിരിക്കില്ല. ഒരിക്കലും ഞാൻ ഒരു ഭാഷയോ ഒരു സംസ്കാരത്തെയോ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമ്മളുടെ ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ഇതെന്താണ്, ആ രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര മലയാളിത്തമുള്ളൊരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അതിൽ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അവനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമയില്ല. പിന്നെ എനിക്കും ഡിജോക്കും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നിവിൻ ബ്രോൻ്റെ ഫേസ് വന്നു. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ളതാണ് വടക്കൻ സെൽഫിയിൽ ഉമേഷും. ഞങ്ങളുടെ ജനറേഷനായിട്ട് ഭയങ്കര റിലേറ്റബിളാണ് നിവിൻ ബ്രോൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിവിൻ ബ്രോയിൽ വന്നു. ഇതിനുത്തരം ബേസിക്കലി ഒരു മലയാളിയുടെ ലൈഫിലുള്ള എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിലൂടെ ആഡ് ചെയ്യുന്നു. ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവണേന്ന് ഞാൻ പേഴ്സണലി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ജനഗണമനെ കുറിച്ച് ഞങ്ങളത് പറയില്ല, കണക്റ്റ് ആവണേ എന്നുള്ളത്. കണക്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് അങ്ങനെ ആ ഒരു പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്കിത് കണക്റ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥനയുള്ള സിനിമ. അതല്ലാതെ ഈ സിനിമ കണ്ട് പ്രബുദ്ധരാവുക, ഒരു സിനിമയും കണ്ട് പ്രബുദ്ധരാവുക, അതില്ല. നമുക്ക് കണക്റ്റ് ആയാൽ ഓക്കെയാണ്, വി ആർ റെഡി. അല്ല, ഷാരിസും എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്റ്റ് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ്, ഡിജോ പറഞ്ഞു. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല, വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്ന് പ്രിപ്പോൺ ചെയ്ത്. പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.